അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, അത്യനുഗ്രഹീതമായ നിമിഷങ്ങളും ദിവസങ്ങളും പ്രതീക്ഷിച്ചും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി കൊണ്ടിരിക്കുന്നവരാണ് നാം ഓരോരുത്തരും. റബ്ബ് സുബ്ഹാൻ നമ്മുടെ പ്രതീക്ഷക്കനുസൃതമായി നമ്മുടെ പ്രവർത്തനങ്ങളും വർത്തമാനങ്ങളും സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറ അൽ ഫാത്തിറിലെ ശ്രദ്ധേയമായൊരു വചനമുണ്ട്. ഇലൈഹി യസ്അദു അൽ ഖൗലു തയ്യിബ് വൽ അമലു സാലിഹു യർഫഉ. എല്ലാ നല്ല വർത്തമാനങ്ങളും അവനിലേക്ക് ഉയർത്തപ്പെടുകയും എത്തപ്പെടുകയും ചെയ്യും. എല്ലാ സൽപ്രവൃത്തികളും അള്ളാഹുലേക്ക് ഹാജരാക്കപ്പെടുകയും ഉയർത്തപ്പെടുകയും ചെയ്യുന്നതാണ്. ഈ മഹത്തായ സൗഭാഗ്യത്തിന് വേണ്ടിയുള്ള അത്യധ്വാനത്തിലാണ് നാം ഉള്ളത്. പക്ഷേ മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ശ്രദ്ധേയമായ ഒരു അധ്യാപനമുണ്ട്. 4 വിഭാഗം ആളുകളുടെ പ്രവർത്തനങ്ങൾ, വർത്തമാനങ്ങൾ അള്ളാഹുലേക്ക് എത്തിക്കൊള്ളണമെന്നില്ല. ഒരുപാട് ഇബാദത്തുകൾ നമ്മൾ ചെയ്യുന്നുണ്ടാകാം. പക്ഷെ ആ ഇബാദത്തുകൾ നമ്മളിൽ നിന്ന് സ്വീകാര്യമാകണമെങ്കിൽ നമ്മൾ ഈ 4 കാര്യങ്ങളിൽ നിന്ന് ഒഴിയുന്നവരായിരിക്കണം, മാറി നിന്നവരായിരിക്കണം. ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചത് മുദ്മിനുൽ ഖംറാണ്, കള്ളുകുടിയന്മാർ. നമുക്കറിയാം, ഇന്ത്യൻ്റെ സാഹചര്യത്തിൽ മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ 1400 വർഷങ്ങൾക്കപ്പുറത്തുള്ള ആ പ്രയോഗം എത്രയോ പ്രസക്തമാണ്. കുല്ലു മുസ്കിരിൻ ഹറാമ്, എല്ലാ ലഹരി ഉണ്ടാക്കുന്നവകളും അത് ഹറാമ് തന്നെയാണ്. നമുക്കറിയാം, ലഹരിപാനം ആരെങ്കിലും നടത്തിയാൽ തീർച്ചയായും അവൻ്റെ സ്ഥലകാലബോധം നഷ്ടപ്പെടുകയാണ്. ലഹരിപാനത്തിനോടനുബന്ധിച്ച് സ്ഥലകാലബോധം നഷ്ടപ്പെടുമ്പോൾ സ്വന്തം ജന്മം നൽകിയ ഉമ്മക്കു നേരെയാണ് മകൻ കത്തിയെടുക്കുന്നതും ഉമ്മയെ കുത്തിക്കൊല്ലുന്നതും. അതോടൊപ്പം തന്നെ സ്വന്തം രക്തത്തിൽ ജനിച്ച അനുജന് നേരെ ചുറ്റിക എടുക്കുന്നതും കത്തിയെടുക്കുന്നതും സ്വന്തം സഹോദരൻ തന്നെയാണ്. ലഹരിപാനമാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഇങ്ങനെ എത്രയെത്രയോ കുടുംബങ്ങൾ നിരാലംബരായി, എത്രയെത്രയോ കുടുംബങ്ങൾ നഷ്ടപ്പെട്ടു. ഇപ്പോൾ നമ്മുടെ രാജ്യം അതിനെതിരിൽ ശക്തമായൊരു പ്രവർത്തനത്തിൻ്റെ ഭാഗത്താണുള്ളത്. ആ രംഗം റബ്ബ് തമ്പുരാൻ വിജയിപ്പിക്കുമാറാകട്ടെ എന്ന് ഈ തരുണത്തിൽ പ്രാർത്ഥിക്കുകയാണ്. രണ്ടാമത് അള്ളാഹുവിൻ്റെ റസൂൽ സൂചിപ്പിക്കുകയുണ്ടായത് ആഖുൽ വാലിദൈനെയാണ്, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവൻ. എത്രയോ മ്ലേച്ഛമായ ഒരു സമീപനമാണ്. ജന്മം നൽകിയ മാതാപിതാക്കൾക്കെതിരിൽ ശബ്ദമുയർത്തുക, അവർക്കെതിരിൽ സംസാരിക്കുക, അവർക്കെതിരിൽ ചണ്ട കൂടുക, അവരെ പ്രയാസപ്പെടുത്തുക, ഉപദ്രവിക്കുക, അവരെ മുറികളിലൊക്കെ പൂട്ടിയിടുക, ഇങ്ങനെ തുടർന്ന് എത്രയെത്രയോ ദുരന്തപൂർണമായ അനുഭവങ്ങൾ ദൈനംദിന ജീവിത സാഹചര്യത്തിലെ വാർത്തകളിൽ നിന്ന് നാം അനുഭവിച്ചുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുകയാണ്. അങ്ങനെയുള്ള ആളുകൾ എത്ര എഴുത്തിക്കാപ്പിരുന്നിട്ടും എത്ര സൽപ്രവർത്തികൾ ചെയ്തിട്ടും യാതൊരു പ്രതിഫലവുമില്ല. മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഷാഹിനെ കുറിച്ചാണ്. അഥവാ വെറുതെ പിണങ്ങി നടക്കുക, പ്രത്യേകിച്ചൊരു കാര്യം ഉണ്ടാവില്ല, നിസ്സാരമായ എന്തെങ്കിലും ഒരു വിഷയത്തിലായിരിക്കും പിണങ്ങിയിട്ടുണ്ടാകുക. പിന്നെ മാസങ്ങളോളോ അല്ലെങ്കിൽ വർഷങ്ങളോളോ മിണ്ടാതെ പിണങ്ങി നടക്കുന്ന ആളുകൾ പിണങ്ങി നടക്കുന്നു. പള്ളിയിൽ നിന്ന് എഴുന്നേക്കാതെ ഇരുന്നിട്ടും പ്രത്യേകമായ കാര്യങ്ങളൊന്നുമില്ല. അപ്പം അതുകൊണ്ട് അതും ഒഴിവാക്കപ്പെടേണ്ടതാണ്. നാലാമത് പറഞ്ഞത് അതിഗൗരവതരമായൊരു കാര്യമാണ്. ഖതഉർ റഹം, അഥവാ രക്തബന്ധം മുറിക്കുക. സ്വന്തം രക്തത്തിൽ ജനിച്ചു വളർന്ന ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ തകർക്കുക. നിസ്സാരമായ ഭൗതിക താല്പര്യങ്ങളുടെ സാധ്യതയ്ക്ക് വേണ്ടി സ്വന്തം മാതാവിലും പിതാവിലും ജനിച്ച സഹോദരനെയും സഹോദരിയെയും അകറ്റി നിർത്തുക. എന്തെങ്കിലും കാരണങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് അവരെ മാറ്റി നിർത്തുക, അവരുമായിട്ടുള്ള ബന്ധങ്ങൾ വിച്ഛേദിക്കുക. ഇതൊക്കെ വളരെ അപകടകരമായ അനർത്ഥങ്ങൾ വരുത്തി വയ്ക്കുന്നവകളാണ്. ഇവകളൊക്കെ ഉണ്ടാകുന്നതോടൊപ്പം നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്തിട്ടൊന്നും പ്രത്യേകിച്ച് ഒരു ഫലവുമുണ്ട് എന്ന് തോന്നുന്നില്ല. നബി മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അത് തന്നെയാണ്. ഇവിടെയാണ് നാം തിരുത്തലുകൾ നടത്തേണ്ടത്. നമ്മളിൽ അങ്ങനെയുള്ള എന്തെങ്കിലും സ്വഭാവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ അത് തിരുത്തണം, പശ്ചാത്തപിക്കണം, ഖേദിച്ചു മടങ്ങണം. എങ്കിൽ മാത്രമാണ് നമ്മുടെ നല്ല വർത്തമാനങ്ങളും നമ്മുടെ സൽപ്രവർത്തികളും അള്ളാഹു സ്വീകരിച്ച് അനുഗ്രഹിക്കുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം. റബ്ബ് സുബ്ഹാൻ നമ്മുടെ എല്ലാ നല്ല പ്രവർത്തനങ്ങളും നല്ല വർത്തമാനങ്ങളും സ്വീകരിച്ചനുഗ്രഹിക്കുന്ന സൗഭാഗ്യശാലികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.